ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇനിയിപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഇന്നത്തെ ദിവസം നാസ്തെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പം ഉച്ചക്കത്തേക്കുള്ള ഫുഡെല്ലാം ഉണ്ടാക്കണം. ഇത് മത്തൻ ചപ്പ് കേട്ടോ. നമ്മളിവിടെ മത്തൻ ചപ്പ് എന്ന് പറയും. വേറെ എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, അതിനെന്താ പറയുകയെന്നറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ വയനാട്ടുകാർ സ്പെഷ്യലുണ്ട് മത്തൻ ചപ്പ് അരച്ചിട്ടുള്ള കറി എന്ന് പറഞ്ഞിട്ട്. കറി എന്നാ ഉപ്പേരി എന്നാ പറയുന്നത്, മത്തൻ ചപ്പ് അരച്ചിട്ട് വെക്കാമെന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അതാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മത്തനെ ഒന്ന് അതിൻ്റെ മേലത്തെ ആ ഒരു നാര് പോലത്തെ ഒരു സാധനമില്ല, അതെല്ലാം ഒന്ന് പറിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കലാണ് കേട്ടോ. എന്നിട്ട് കഴുകിയിട്ട് ഞാനിത് അതൊരു മൺചട്ടിയിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് എന്താ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളകില്ലേ, പച്ചമുളക് കാന്താരിയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കുക. നമ്മളിങ്ങനെ എപ്പോഴൊന്നും ഇങ്ങനെ അരച്ചിട്ട് വെക്കില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ ഒരു വെറൈറ്റി ടേസ്റ്റെല്ലാം ഇങ്ങനെ നമുക്ക് ഇടയ്ക്കെല്ലാം കിട്ടുന്ന നല്ലതല്ലേ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്കെല്ലാം അരച്ചിട്ട് വെക്കും. പക്ഷേ ഈ മത്തൻ ചപ്പ് കിട്ടിയാൽ ഇങ്ങനെ അരച്ചിട്ട് വെക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ തേങ്ങയിലിട്ടിട്ട് ഉപ്പേരി പോലെയും വെക്കലുണ്ട് കേട്ടോ. അപ്പം അത് അടുപ്പത്തൊന്ന് വെച്ചിട്ടുണ്ട്, ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അതൊന്ന് വെന്തിട്ടൊന്ന് വരട്ടെ കേട്ടോ. എന്നിട്ട് ഉപ്പെല്ലാം ചെയ്തിട്ട് അങ്ങനെ വെച്ച് ഇനി നെക്സ്റ്റ് നമ്മൾ വെള്ളരിക്ക മോര് കറി വെക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വെള്ളരിക്ക മുറിച്ചിട്ട് അടുപ്പത്ത് വെച്ചെടുക്കുന്നുണ്ട്. ഈ ടൈമിൽ മത്തൻ ചപ്പെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്തിട്ട് ഇങ്ങനെ പൊന്തിക്കെടുക്കുന്ന താവൂലേ, ഇങ്ങനെ എന്താ പറയുക അപ്പം ഇനി ചപ്പലിങ്ങനെ ഒന്ന് താന്ന് വരുമല്ലോ വെന്ത് കഴിയുമ്പം, അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടുന്ന് ചപ്പെല്ലാം ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് തുണിയെല്ലാം ഒന്ന് വെയിലത്തിടാനുണ്ടായിരുന്നു കേട്ടോ. ഈ മഴക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടല്ലേ, വെയിൽ വരുമ്പോൾ തുണിയിടും, അപ്പം തന്നെ മഴ പാറും, പിന്നെ നമ്മളതെടുക്കും, പിന്നെ വെയിൽ വരുമ്പോൾ തുണിയിടും. ഇതന്നെയാണ് കേട്ടോ പണി എനിക്ക്. ഇന്നൊരു ദിവസം ഞാൻ ഇതിനെക്കൊണ്ട് തന്നെ ആയി കേട്ടോ. അങ്ങനെ നമ്മളെ മത്തൻ ചപ്പെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചൂട് തണിയാൻ വേണ്ടിയിട്ട് ഒന്നിവിടെ വെക്കാം കേട്ടോ. അങ്ങനെ മത്തൻ ചപ്പെല്ലാം വെന്ത് ചൂടെല്ലാം തണിഞ്ഞിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നൈസായിട്ടല്ല, ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കറക്കിയിട്ടെടുക്കുക. അതേപോലെ തന്നെ കറിയിൽ ഞാൻ തേങ്ങയും മോരെല്ലാം കൂട്ടിക്കേനു കേട്ടോ. വെന്തപ്പം തേങ്ങ അരച്ച് പാർന്നതും മോരെല്ലാം ഇതാക്കിക്കേനും. ഇനിയിപ്പോൾ രണ്ടും കൂടി ഒന്ന് തൂമിക്കണം. ഇനിയിപ്പോൾ നമ്മൾ മത്തൻ ചപ്പും വെന്തിട്ട് ഞാൻ അരച്ചെടുത്തിക്കേനു. അതേപോലെ മോര് കറിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള വെള്ളരിക്കല അത് വെന്തിട്ട് ഞാൻ തേങ്ങ അരച്ച് കൂട്ടലും മോരൊഴിക്കലെല്ലാം ചെയ്തിക്കേനു കേട്ടോ. അപ്പം അത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടും കൂടി ഒന്ന് തൂമിച്ചിട്ടെടുക്കലാണ്. മത്തൻ ചപ്പ് എങ്ങനെയാണ് തൂമിക്കുക വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടി ഇട്ടുകൊടുത്തിട്ട് നമ്മൾ അരച്ചിട്ടുള്ള ചപ്പയിലിട്ട് കൊടുക്കുക. പിന്നെ മോര് കറി എങ്ങനെയാണ് തൂമിക്കേണ്ടതെന്ന് പറയണ്ടല്ലോ. പക്ഷെ എൻ്റെ അടുത്തുള്ള ഒരു ഫാൾട്ട് എന്താ പറ്റിപ്പോയിക്കുണ്ടെങ്കിൽ നമ്മൾ മോര് കറി തൂമിക്കുമ്പോൾ കുറച്ചൊരു 2-3 മണി ഉലുവ ഇടുമല്ല. അപ്പോൾ അത് ഞാൻ ഇടാൻ മറന്നു പോയിന് കേട്ടോ. അതിങ്ങനെ പിന്നെ ഇവിടെ ആ ടൈമിൽ ആരെല്ലോ വന്നിട്ട് എന്നോട് വിട്ടു കഴിഞ്ഞു കേട്ടോ ഇടാൻ. പക്ഷെ അതും കൂടി ഇട്ടാലാണല്ലോ മോര് കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരിക. അപ്പോൾ അത് എന്നോട് മറന്നു വയ്ക്കേനു കേട്ടോ. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള കറികളെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ്റെ ഉണ്ടേനു. അപ്പം ഉച്ചക്കത്തെ കറിയെല്ലായി. ഇനിയിപ്പം ക്ലീനിങ് ആണ് കേട്ടോ. എനിക്ക് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, എനിക്ക് ഫസ്റ്റ് കിച്ചൺ ക്ലീനായി കിട്ടണം, എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ എന്നേ. അപ്പോൾ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് സോപ്പെല്ലാം ഇട്ടിട്ട് തന്നെ കഴുകുന്നതാണ്. അതിൻ്റെ ജനലും എല്ലാം സോപ്പെല്ലാം ഇട്ടിട്ട്, ജനലും പിന്നെ ആ ഒരു ചുമരെല്ലാം സോപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് തുടച്ചിട്ടെടുക്കുന്നതാണ് കേട്ടോ. ഒന്നാമത്തെ ഞാൻ ഈ ജനലിങ്ങനെ തുറന്നിടുന്നത് കൊണ്ട് എപ്പോഴും പൊടി ഉണ്ടാവും. ഇന്ന് സോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നാളെ വെറുങ്ങനെ തുടക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യൽ. അതേപോലെ തന്നെ കൗണ്ടർ ടോപ്പ് എപ്പോഴും സോപ്പ് ഇട്ടിട്ട് കഴുകും. ചുമരും ജനലിൻ്റെ സൈഡും ഒരിക്കൽ സോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം സോപ്പ് ഇടാതെ വെറുങ്ങനെ ഒന്ന് തുടച്ചിട്ടെടുക്കുകയുള്ളൂ ചെയ്യുള്ളൂ കേട്ടോ.
അങ്ങനെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ഇനിയിപ്പം ഇവിടെയെല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ വെക്കുന്ന സാധനമാണ് മിക്സിയും കറണ്ടടുപ്പും അതെല്ലാം കേട്ടോ. അതെല്ലാം എന്നും ഒന്ന് തുടച്ചിട്ട് എടുക്കും കേട്ടോ. യൂസ് ആക്കിയിട്ടില്ലെങ്കിലും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നനഞ്ഞ് തുണി വെച്ചിട്ട് തുടച്ചിട്ടെങ്കിലും എടുക്കും. നല്ലോണം ഇങ്ങനെ എന്തെങ്കിലും ചളിയെല്ലാം ആയിട്ടുണ്ടെങ്കിൽ, ചളി മീൻസ് ഇങ്ങനെ അരക്കുമ്പോൾ എല്ലാം എന്തെങ്കിലും തെറിക്കുക അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ സോപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കലാണ് കേട്ടോ ചെയ്യൽ. അല്ലെങ്കിൽ ജസ്റ്റ് നനഞ്ഞൊരു തുണി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തുടച്ചിട്ട് എടുക്കും കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ഞാൻ ഈ കറണ്ടടുപ്പും ചെയ്യൽ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അതേപോലെ ഒന്ന് തുടച്ചിട്ടെടുക്കലാണ് ചെയ്യൽ. ഇനിയിപ്പോൾ ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ചോറിനുള്ള വെള്ളം വെക്കലാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കറിയെല്ലാം ഈ ഒരു കൗണ്ടർ ടോപ്പിലാണ് ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കൽ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറേ പണിയെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിലെ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് വിരിച്ചിടലും അങ്ങനത്തെ കുറേ പണിയെല്ലാം ചെയ്തിരിക്കുന്നു കേട്ടോ. പക്ഷെ അത് എല്ലാം കൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നിൽക്കില്ല. ഇന്ന് ഞാൻ ബെഡ്ഷീറ്റെല്ലാം വിരിക്കാൻ കാരണം ഉള്ളു ഫുള്ള് അൽക്കുൽ തേനോ കേട്ടോ. ഫുള്ള് കുറച്ച് വലിച്ചാരിയിട്ടെല്ലാം ചെയ്തിരിക്കാനും അതിനെക്കൊണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അതിൻ്റെ കുറച്ച് പണി എടുത്തിരിക്കാനും കേട്ടോ. അപ്പം ആടി ജസ്റ്റ് ചെറുങ്ങനൊന്ന് ക്ലീൻ ആക്കിയിടൽ എല്ലാം കഴിഞ്ഞിരിക്കണ്ടേ. ഇനിയിപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വന്നപ്പം അരിയും കൂടി ഇട്ടലാണ് കേട്ടോ. പിന്നെ ഗ്യാസ് വെച്ച ഏരിയയും പിന്നെ അതിൻ്റെ ചുമരും എല്ലാം ഒന്ന് സോപ്പിട്ട് ക്ലീൻ ആക്കി എടുത്ത് കഴിഞ്ഞു. പിന്നെ പാത്രം കഴുകലും സിങ്കിൻ്റെ ആ സൈഡെല്ലാം ഒന്ന് സോപ്പെല്ലാം ഒന്ന് കഴുകി നീറ്റാക്കി എടുത്തിരിക്കുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വേസ്റ്റ് കളയലും വേസ്റ്റ് ടിന്ന് കഴുകലും എല്ലാം ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ. പക്ഷെ അതൊന്നും ഇങ്ങനെ ഉൾപ്പെടുത്തിക്കില്ലാന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു സിങ്കെല്ലാം നമ്മളിങ്ങനെ രാവിലെയും പിന്നെ മോദിക്കും ഉച്ചക്കെല്ലാം ഇങ്ങനെ കഴുകുന്നല്ലേ, അതിനെക്കൊണ്ട് വലിയൊരു വിഷയം വരുന്നില്ല. അത് എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ട് തന്നെ കിടക്കും കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കലാണ്. വേസ്റ്റ് ടിന്നും സോപ്പ് പാത്രമെല്ലാം ഒന്നാടെ റെഡി ആക്കിയിട്ട് വെക്കലാണ് കേട്ടോ. പിന്നെ ഞാൻ എന്ന് തുടച്ചെടുക്കുന്ന ഏരിയ ഈ ഒരു വിൻഡോ സൈഡ് തന്നെയാണ് കേട്ടോ. ഇത് സോപ്പൊന്നും വെച്ചിട്ട് അങ്ങനെ ഇതാക്കുന്നില്ല. ജസ്റ്റ് നല്ലൊരു തുണി വെച്ചിട്ട് ആടുള്ള പൊടികളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയും ചെയ്യുള്ളൂ കേട്ടോ. വല്ലപ്പോഴും ആ ഒരു ഏരിയയിലെല്ലാം സോപ്പെല്ലാം ഇട്ടിട്ട് കഴുകലുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതായി സിങ്കിൻ്റെ ഇടയുള്ള ഈ പൈപ്പില്ലേ, ആടുള്ള ചുമരില്ലേ, അത് എന്നും ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ സോപ്പിൻ്റെ എല്ലാം ഇതിങ്ങനെ തെറിച്ച പാടെല്ലാം അടങ്ങനെ ഉണ്ടാവും, ഒരു വെള്ള കളറിൽ കിടക്കും കേട്ടോ. അത് കാണുമ്പോൾ ഭയങ്കര ഒരു എതക്കെടാണ്. അപ്പം മേലെ വരെ ജസ്റ്റ് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്നിങ്ങനെ തുടച്ചിട്ടെടുക്കുകയേ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ നമ്മളെ കബോർഡില്ലേ, അതും ജസ്റ്റ് എന്നൊന്ന് തുടച്ചിട്ടെടുക്കാൻ വേണ്ടി നോക്കലുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ കറി മറിഞ്ഞതോ ചെറിയ മക്കളൊക്കെ ഉള്ളതല്ലേ, അതിനെക്കൊണ്ട് എന്തായാലും ഇങ്ങനെ കബോർഡിൽ എന്തെങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം അത് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടെടുക്കും. അതേപോലെ തന്നെ ഈ ഒരു കബോർഡിൻ്റെ ഗ്ലാസ് എന്ന് തുടച്ചിട്ടെടുക്കും കേട്ടോ. ജസ്റ്റ് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇങ്ങനെ തുടച്ചിട്ട് എടുക്കുകയുള്ളൂ കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പിന്നെ എന്താ പറയുക, ഭയങ്കര ഒരു നീറ്റ്നെസ്സാണ് കേട്ടോ. എന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ലേ, അതിനെക്കൊണ്ട് അങ്ങനെ റിസ്ക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതിങ്ങനെ പൊടി പിടിക്കുക ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.